നമ്മൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ ജില്ലാ പ്രസിഡന്റ് KT ഹംസ ഉസ്താദ് വന്നു. 9:30 ഉസ്താദ് ഇവിടെ എത്തി. മുസ്ലിം ലീഗിൻ്റെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് T ഹംസക്ക, അതേപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ യഹിയ ഖാൻ തലക്കൽ, PK അഷ്റഫ് സാഹിബ്, അതേപോലെ പ്രാദേശിക നേതാക്കളൊക്കെ വന്നു. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മുടെ റേഞ്ചിൻ്റെ പ്രതിനിധികളൊക്കെ, പിന്നെ സെക്രട്ടറിയും ട്രഷററും പ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം കൊണ്ട് വളരെ സന്തോഷമായി. എല്ലാവരും വന്നു. വളരെ സന്തോഷത്തോടു കൂടെ ഇന്ന് നമ്മൾ കയറി കൂടുന്ന ആ ഒരു ചടങ്ങൊക്കെ തീർത്തു. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. ലീഗ് വീട് നിർമ്മിച്ച് നൽകിയിട്ട് നിങ്ങൾ അതിൽ താമസിക്കില്ല എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുഖത്ത് നോക്കി പച്ചക്ക് നുണ പറഞ്ഞ് വെല്ലുവിളിച്ച ഒരു മഹാനുണ്ടായിരുന്നല്ലോ അങ്ങ് തവനൂരില്. ആ വിദ്വാൻ ഇപ്പൊ എവിടെയാണ്? ആ എരപ്പൻ ഇപ്പൊ എവിടെയാണുള്ളത്? ലീഗിന്റെ വീട്ടില് താമസം തുടങ്ങി. സംഭവം തിങ്കളാഴ്ചയാണ് ഔദ്യോഗികമായിട്ട് അവരെല്ലാവരും ചേർന്ന് ചടങ്ങുകൾ നടത്തുന്നതെങ്കിലും ചില വീടുകളില് ചില കുടുംബങ്ങള്, 1, 2, 3 കുടുംബങ്ങള് അവര് ചില ചടങ്ങുകളൊക്കെ നടത്തി കയറി താമസം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. ആ കയറി താമസം തുടങ്ങിയ വീട്ടിലെ ചില ദൃശ്യങ്ങള് അവര് എല്ലാം ലീഗ് നൽകി വളരെ ഭംഗിയാക്കി നൽകി. ലീഗ് വളരെ ഭംഗിയാക്കി നൽകി. എടോ, കയറി താമസിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ലീഗ് നൽകിയ വീട്ടില് മുണ്ടക്കയിലെ ദുരിതബാധിതര്, വയനാട്ടിലെ ദുരിതബാധിതര് കയറി താമസം തുടങ്ങി. വീട് ലീഗ് 28-ന് കൊടുത്തതാ. പക്ഷേ ഇപ്പോഴാണ് അതിൽ അവർ കയറി താമസം തുടങ്ങിയത്. ഇപ്പോഴാണ് അവർ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച അതിൻ്റെ ബാക്കി 51 വീട്ടുകാരും തിങ്കളാഴ്ചത്തോടുകൂടി എല്ലാവരും ഫുൾ താമസം ഇങ്ങോട്ടേക്ക് മാറും. അതിനുള്ള എല്ലാ ഒരുക്കത്തിലോ അതിന് മുന്നോടിയായിട്ട് ചില ചടങ്ങുകളൊക്കെ ചില ആളുകൾ ചില പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് 1-2 കുടുംബങ്ങൾ ഇന്നേ അത് തുടങ്ങി. ഇനി അവർ ഔദ്യോഗികമായിട്ടുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ അവരെ കുടുംബാംഗങ്ങളും ബാക്കിയുള്ള സുഹൃത്തുക്കളും പാർട്ടിയുടെ പ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള പരിപാടി തിങ്കളാഴ്ചയുണ്ട്. പക്ഷേ ഇത് അതിന് മുന്നോടിയായിട്ട് ആ ഒരു കയറി താമസം എന്നുള്ള ആ ചടങ്ങ്, പ്രാർത്ഥനാ ചടങ്ങ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ തീർത്ത് അതൊക്കെ പൂർണ്ണമാക്കി അവർ ഇന്നത്തോടു കൂടി അവിടെ താമസം ആരംഭിക്കുകയാ. എന്ന് പറഞ്ഞാല് ലീഗ് വീട് വെച്ച് എന്നിട്ട് നിങ്ങൾ അതിൽ കയറി കിടക്കൂല മക്കളെ എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ച എരപ്പൻ ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇനി കാണുന്നില്ലെങ്കിൽ കാണട്ടെ എന്ന് കരുതിയിട്ടാ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത്. അങ്ങനെയുണ്ടല്ലോ, ലീഗ് ഇപ്പം നമ്മുടെ പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് നിങ്ങൾ വീട് കെട്ടൂല, നിങ്ങൾ കെട്ടിയിട്ട് കൊടുക്കൂല, കൊടുത്താലല്ലേ അതിൽ കയറി താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നീ ലീഗ് വീട് വെച്ച് നൽകിയിട്ട് അതിലൊരു താമസം, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവൂല എന്നൊക്കെ വെല്ലുവിളിക്കുകയും പച്ച നുണകൾ പടച്ചു വിടുകയും ചെയ്ത എരപ്പൻ ജലീലിനെ പോലെയുള്ള ആളുകൾ കണ്ണ് തുറന്നൊന്ന് കാണ്. ലീഗ് വെച്ച് നൽകിയ വീട്ടിലാണ് ഇപ്പോ ദുരിതബാധിതരായിട്ടുള്ള സഹോദരങ്ങള് താമസം ആരംഭിച്ചിരിക്കുന്നത്. ലീഗ് വെച്ച് നൽകിയ വീട്ടില് പിണറായി വിജയൻ താക്കോല് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പറ്റിച്ചതുപോലെയല്ല. ലീഗ് കൊടുത്തതായിരുന്നു. ഇപ്പോൾ അവര് എല്ലാവരും ഒരുമിച്ച് താമസമാക്കണം എന്നുള്ളതിൻ്റെ ചില ചടങ്ങുകൾ നടത്തണമെന്നൊക്കെയുള്ള അവരുടെ ആഗ്രഹപ്രകാരം അതൊക്കെ ഓരോന്നായി നടത്തി അവർ താമസിക്കുന്നു. 1-2 വീടുകൾ അവർ ഒരു 2 ദിവസം നേരത്തെ അവർ താമസം ആരംഭിച്ചു. ബാക്കിയുള്ളവർ ഇനി 11 ആളുകളും വരും ദിവസങ്ങളിൽ താമസം പൂർണ്ണമായിട്ടും, വരും ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചത്തോടു കൂടി അവരും പൂർണ്ണമായിട്ട് വീടുകളിൽ താമസം പൂർണ്ണമാക്കും എന്നുള്ളത് തന്നെയാണ്. വളരെ കൃത്യമായിട്ട് ലീഗ് പറഞ്ഞ വാക്ക് പാലിച്ചു. ദുരിതബാധിതർ അവിടെ കയറി താമസവും തുടങ്ങി. നിങ്ങൾ നോക്കിയേ, ആ ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ, അടുക്കളയിൽ പാത്രങ്ങളും ഇല്ലോ എന്ന് പറഞ്ഞ ഒരു കുടുംബം കയറി താമസിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുമോ എല്ലാം ഉണ്ട്. ഇനി ലീഗ് വീട് നിർമ്മിച്ച് നൽകിയിട്ട് നിങ്ങൾ താമസിക്കില്ല
എന്ന് പറഞ്ഞവൻ ഇനി എന്ത് പറയുമെന്നുള്ളതാണ് അറിയേണ്ടത് അല്ലേ? ലീഗ് വീട് വെച്ചു, നിർമ്മിച്ചു, പൂർത്തീകരിച്ചു, ഫുൾ കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു, കൊടുത്തു, താമസവും തുടങ്ങി. ഇനി ഈ വിദ്വാൻ എന്താ പറയാനുള്ളത്? ഈ ജലീലിന് എന്താ പറയാനുള്ളത്? ആട് ജലീലിന് എന്താ പറയാനുള്ളത്? ജലീലിന് എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും മെയ് 4 ദിവസം തവനൂരിൽ ഒരു ആട് ബിരിയാണി വെക്കാനുണ്ട്. ആരാ ആട് ബിരിയാണി വെക്കണത്? UDF-കാർ വെക്കും. എന്താ ആട് ബിരിയാണി വെക്കണ? മട്ടൻ ബിരിയാണി അല്ല, ആടും ബിരിയാണി. എന്താ ആട് ബിരിയാണി? അതൊരു ചില പ്രതീകങ്ങളാ. ആ പ്രതീകങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി ആട് ബിരിയാണി വെക്കും മെയ് 4. അതുകൊണ്ട് ജലീലെ, വെല്ലുവിളിച്ചതും പരിഹസിച്ചതും പച്ച നുണകൾ പടച്ചു വിട്ടതും ഒക്കെ ലീഗിനെതിരെയായിരുന്നു അല്ലേ? ലീഗ് വീട് വെച്ച് നൽകും. ലീഗ് വീട് മാത്രമല്ല, ലീഗ് ഇത് ആദ്യമായിട്ടുമല്ല. ലീഗ് ഒരുപാട് വീടുകൾ പലർക്കും വെച്ച് നൽകിയിട്ടുണ്ട്, പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലീഗിൻ്റെ വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞപ്പോൾ ജലീല് ആ വർത്താനം അതൊരു മാതിരി മര്യാദയില്ലാത്ത വർത്താനല്ല ജലീല് പറഞ്ഞത്. എന്ത്? ലീഗ് വീട് വെച്ച് നൽകിയിട്ട് നിങ്ങൾ അതിൽ കയറി താമസിക്കില്ല, അതിൽ നിങ്ങൾക്ക് താമസിക്കാൻ കഴിയില്ല എന്ന് ദുരിതബാധിതരോട് പറഞ്ഞത് അതൊരു മര്യാദകേടിൻ്റെ വർത്താനല്ലേ? അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ ജലീല് പറഞ്ഞത്? അത് ഇപ്പം എന്താണ്? ഇപ്പം ഇനി എന്താ ജലീലിന് പറയാനുണ്ടാകുക? വീട് വെച്ച് നൽകി, ലീഗ് വീട് വെച്ച് നൽകിയിട്ട് താമസിക്കില്ല എന്ന് പറഞ്ഞെടുത്താണ് ലീഗിൻ്റെ മക്കള് വീട് വെച്ച് നൽകിയെടുത്ത്. ലീഗ് എൻ്റെ പ്രസ്ഥാനം നൽകിയ വീട്, ആ വീട് ഇതൊരു ഔദാര്യമൊന്നല്ല കേട്ടോ, ഇത് അവരുടെ അവകാശമാണ്. പക്ഷേ അതിന് മുൻകൈ എടുത്തതും പ്രവർത്തിച്ചതും വീട് വെച്ചതും നൽകിയതും A മുതൽ Z വരെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാ. ആ പാർട്ടി നൽകിയ വീട്ടിലെ മുണ്ടക്കയിലെ ദുരിതബാധിതർ അവിടെ കയറി താമസം തുടങ്ങിയിരിക്കുന്നു. ജലീലെ, നിന്റെ രാജാവ് പിണറായി വിജയൻ കൊടുത്ത എത്ര വീടുകളില്? കുറെ എണ്ണം വേണ്ട, ഒരെണ്ണം, ഒന്നിലുണ്ടോ? ഒറ്റ ഒന്നില് ഇപ്പൊ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം, ഒരു വീട്ടില്, ഏതെങ്കിലും ഒരു വീട്ടില് ഒരു ദുരിതബാധിതൻ, ആ വീട് കിട്ടിയ ഏതെങ്കിലും ഒരു ഗുണഭോക്താവ് ഏതെങ്കിലും ഒരു വീട്ടിൽ താമസം തുടങ്ങിയിട്ടുണ്ടോ ജലീലെ? അതിനെക്കുറിച്ച് ജലീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതോ രാജാവിൻ്റെത് ഞാൻ നക്ക് മാത്രമേ ചെയ്യുള്ളൂ, രാജാവിനെതിരെ ഒന്നും പറയില്ല എന്നാണോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഒന്നും പറയണ്ട. പക്ഷെ ഇതിനൊക്കെ ഒരു മറുപടി വേണമല്ലോ അല്ലേ? വെല്ലുവിളിച്ചെടുത്ത്, ലീഗ് ചെയ്യില്ലെന്ന് പറഞ്ഞെടുത്ത്, ലീഗിൻ്റെ വീട്ടിൽ താമസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞെടുത്താണ് സാധാരണക്കാരായിട്ടുള്ള ദുരിതബാധിതർ അവിടെ കയറി താമസം തുടങ്ങിയിരിക്കുന്നത്. എല്ലാം ലീഗ് നൽകി, എല്ലാം നൽകി. കൃത്യമായിട്ട് വളരെ എണ്ണയിട്ട യന്ത്രം പോലെ ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു. വളരെ കണിശതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, മനസ്സറിഞ്ഞിട്ടാണോ വീട് നൽകിയത്? ലീഗ് നൽകിയതും ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതും അതാണ്. ഈ പ്രസ്ഥാനവും മറ്റുള്ള പാർട്ടികളാവട്ടെ, പിണറായി വിജയൻ്റെ സർക്കാരാവട്ടെ, മറ്റുള്ളവരിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ വ്യത്യസ്തരാക്കുന്നത് ചെയ്യുന്ന കാര്യം മനസ്സറിഞ്ഞ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിലെ ദുരിതബാധിതർക്ക് ഇന്ന് അവർ ചില ചടങ്ങുകൾ നടത്തിയിട്ട് 2 ദിവസം മുമ്പേ, അത് ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വ്യാഴാഴ്ച ദിവസങ്ങൾ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഒക്കെ നമ്മുടെ നാട്ടുകളിൽ എന്താവും, ചിലപ്പോൾ ഈ ചടങ്ങുകളൊക്കെ നടത്തി കയറി താമസം തുടങ്ങും. ചിലപ്പോൾ ഇതിൻ്റെ ഒരു റിസപ്ഷനോ സൽക്കാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചു വരുന്നതൊക്കെ ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും. അപ്പോൾ അതല്ല, ഇതിപ്പോൾ തിങ്കളാഴ്ച എന്തായാലും നടക്കേണ്ട കാര്യം. പക്ഷേ 1-2 കുടുംബങ്ങൾ 2 ദിവസം മുമ്പേ അവർ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യം മാത്രമാണ്. എടോ എരപ്പൻ ജലീലെ, ഇപ്പോൾ ലീഗിൻ്റെ വീട്ടിൽ നീ പറഞ്ഞത് ലീഗ് വെച്ച് നൽകുന്ന വീടുകളിൽ നിങ്ങൾ കയറി താമസിക്കില്ല, അതിന് നിങ്ങൾക്ക് സാധിക്കില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല, അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകില്ല എന്നാണല്ലോ ദുരിതബാധിതരോട് പറഞ്ഞത്. അവിടെ ഇപ്പോൾ അതേ ദുരിതബാധിതർ അവിടെ കയറി താമസം തുടങ്ങി. ഇനി എന്താണ് ഈ കാര്യത്തിൽ എരപ്പൻ ജലീലിന്, അൽപ്പൻ ജലീലിന്, ആട് ജലീലിന് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ആൻഡ് ലീഗ് നൽകി ഫെബ്രുവരി 28-ന്, അതിൻ്റെ നേരെ പിറ്റേ ദിവസം പിണറായി വിജയൻ സർക്കാരും നൽകി
അല്ലേ? 178 ആ 178 ഒന്നിൽ എങ്കിലും ഒരൊറ്റ എണ്ണത്തിൽ 178 വേണ്ട, ഒന്നിലെങ്കിലും ഏതെങ്കിലും ദുരിതബാധിതർക്ക് കയറി താമസിക്കാൻ സാധ്യമായിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ പ്രസ്ഥാനം ലീഗിന് ഇതിനൊന്നും KT ജലീലിന് മറുപടി ഉണ്ടാവില്ല. ജലീൽ അരപ്പൻ ഇത് കാണൂല. അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും പ്രതികരണങ്ങളും ഫേസ്ബുക്ക് കുറിപ്പുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഉപയോഗപ്പെടുത്തുന്ന KT ജലീൽ ഇതിനൊന്നും അനങ്ങൂല, കണ്ട ഭാവം നടിക്കില്ല. ഉറപ്പാ KT ജലീൽ പറയണമെന്നില്ല, പറയാനില്ല എന്ന് പറയാ, ആയിക്കോട്ടെ ശരി. പക്ഷേ ഇത് പ്രസ്ഥാനം വേറെയാ. ഇത് മുസ്ലിം ലീഗാണ്. ആ ലീഗാണ് നിർമ്മിച്ചു നൽകിയത്. ആ വീട്ടിലാണ് ദുരിതബാധിതർ താമസം തുടങ്ങിയിരിക്കുന്നത്. ലീഗുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷങ്ങൾ ഒരുമിച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ആത്മസംതൃപ്തി എന്ന് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു സംതൃപ്തി. അത് മറ്റൊരുത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അത് അവനിക്ക് നൽകി കഴിയുമ്പോൾ കിട്ടുന്ന മറ്റൊരു സംതൃപ്തിയുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അതോടൊപ്പം തന്നെ വെല്ലുവിളിച്ചവർ, പരിഹസിച്ചവർ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, നിങ്ങളത് ചെയ്യില്ല, നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ, അറിയില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, സാധിക്കില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ വളരെ ഭംഗിയായിട്ട് ഒരു കുത്തും വരയും പോലും ഇല്ലാതെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ റെഡി ടു ഒക്കുപ്പേ എന്ന് പറയുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കയറി കിടക്കാൻ റെഡി ആയതെന്നാ, താമസിക്കാൻ യോഗ്യമായതെന്നാ. ആ ലെവലിൽ ലീഗ് ചെയ്ത് തീർത്തു. അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ആത്മസംതൃപ്തി. പിന്നെ ഈ വെല്ലുവിളിച്ചവരുടെയും വീരവാദങ്ങൾ മുഴക്കിയവൻ്റെയും പരിഹസിച്ചതിൻ്റെയും ഒക്കെ മുന്നിൽ എൻ്റെ പ്രസ്ഥാനം ഇതിങ്ങനെ പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ ചെയ്തിങ്ങനെ കാണിക്കുമ്പോൾ, നാവ് കൊണ്ടല്ലടോ പ്രവൃത്തി കൊണ്ട് ചെയ്ത് കാണിച്ചപ്പോൾ അതിനുണ്ടാകുന്ന ഇവൻ്റെയൊക്കെ മുഖത്തുണ്ടാകുന്ന ആ ഒരു അന്താളിപ്പുണ്ടല്ലോ, ഇവൻ്റെയൊക്കെ മുഖത്തുണ്ടാകുന്ന ഒരു ചമ്മലുണ്ടല്ലോ, ഇവൻ്റെയൊക്കെ മുഖത്തുണ്ടാകുന്ന ഒരു ജാള്യതയുണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ അതിനേക്കാളൊക്കെ ഏറെ സന്തോഷം. അവിടെ കൊണ്ട് തീരൂല. ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുകയും ഇതൊക്കെ വാർത്തയാവുകയും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുകയും ചെയ്യുമ്പോൾ മറുപുറത്ത് കുരു പൊട്ടുന്ന കുറേയേറെ കൃമികീടങ്ങൾ മറുപുറത്ത് കുരു പൊട്ടി ഒലിക്കുന്ന അങ്ങനെ പൊട്ടി ഒലിക്കുന്ന ചീഞ്ചലം കാണുമ്പോൾ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലും ഒരു ആനന്ദം. ഓൻ്റെത് ഇങ്ങനെ പൊട്ടി ഒലിക്കുക, ഓൻ്റെത് ഇങ്ങനെ കീറി മുറിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടി ഒലിക്കുക. ആ കുരു ഇങ്ങനെ പൊട്ടി ഒലിക്കുമ്പോൾ ആ ജലം, അതിൽ നിന്ന് വരുന്ന നാറ്റം കാരണം പൊതുസമൂഹം മൂക്ക് പൊത്തി പിടിക്കുന്നത് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഒരു ആനന്ദം, കണ്ടിരിക്കാൻ നല്ല സുഖം. പിന്നെ AKG സെൻറ്ററിൽ നടക്കുന്ന കൂട്ടക്കരച്ചിൽ, ആ കൂട്ടക്കരച്ചിൽ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി. ആ കൂട്ടക്കരച്ചിൽ, ലീഗിൻ്റെ വീട് ഇങ്ങനെ നിർമ്മാണം പൂർത്തിയായി, എല്ലാം സെറ്റായി, അവിടെ ജനങ്ങൾ, ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ ഓരോരുത്തരും ഇങ്ങനെ കയറി താമസിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ സന്തോഷം പങ്കിടാൻ ഈ ഗുണഭോക്താക്കൾ ഒരു പാർട്ടി വെക്കുമ്പോൾ, ഒരു സൽക്കാരം നടത്തുമ്പോൾ, അതൊക്കെ കാണുമ്പോൾ AKG സെൻറ്ററിൽ കൂട്ടക്കരച്ചിൽ, ആ കൂട്ടക്കരച്ചിൽ കാണുമ്പോഴും നമുക്കൊരു വല്ലാത്ത അനുഭൂതി. അങ്ങനെ ഒരുപാടധികം സന്തോഷിക്കാൻ കാരണങ്ങൾ ഒരുപാട് ലീഗുകാരന്. പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ മെയ് 4-ന് അതിനേക്കാളേറെ സന്തോഷം, മെയ് 4-ന് അതിനേക്കാളേറെ സന്തോഷം. ലീഗിൻ്റെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിലേറെ സന്തോഷം. അങ്ങനെ വെല്ലുവിളിച്ചവൻ്റെ മുമ്പിൽ നെഞ്ചും വിരിച്ചു നിൽക്കാൻ ഈ ഹരിത പതാക നെഞ്ചിലേറ്റിയവന് സാധിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു നിർവൃതി, വല്ലാത്തൊരു അനുഭൂതി. ജലീലേ, നീ പറഞ്ഞ ലീഗ് നിർമ്മിക്കുന്ന വീട്, നീ പറഞ്ഞ ആ വീട്ടിൽ ആള് താമസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ വീട്, അതേ വീട്ടില് ലീഗ് നിർമ്മിച്ചു, പൂർത്തിയാക്കി, കൈമാറ്റം നടത്തി, നൽകി, താക്കോല് നൽകി, പേപ്പർ നൽകി, ആധാരം നൽകി, എവ്രിതിങ് നൽകി. ഇപ്പൊ കയറി താമസവും തുടങ്ങി. ലീഗിൻ്റെ വീട്, ലീഗ് പറഞ്ഞ വാക്ക് പാലിച്ചു.